വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒന്ന് ബാംഗ്ലൂർ വന്നിട്ടായിരുന്നുള്ളത്. ഞങ്ങളിതേ റെഡിയായി ഐക്യയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ഊബർ വരും. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് കാണാം. ഇതാണ് ഭവ്യേൻ്റെ കോളേജ്. ക്രിസ്തു ജയന്തി കോളേജ് ഓഫ് ലോ, ക്രിസ്തു ജയന്തി കോളേജ് ഓട്ടോണമസ്. രാവിലെ ഒരു 6:30 ആയപ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നേരെ ഭവ്യേൻ്റെ റൂമിലെത്തി. അപ്പോഴേക്ക് അവരവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടായിരുന്നു, ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നേരെ ഇറങ്ങുക ചെയ്തത്. റൂമിൽ നിന്ന് ഒരു 1 hour ദൂരം ഉണ്ടായിരുന്നു ഐക്യയിലേക്ക്. ഞങ്ങൾ അങ്ങനെ ഐക്യയുടെ അകത്തേക്ക് കയറി. 10 to 10 ആണ് അവിടുത്തെ ടൈമിങ്സ് വരുന്നത്. ഞങ്ങൾ ആദ്യം നേരെ ലെവൽ 2ലേക്കാണ് പോയത്. അവിടെയാണ് ഷോറൂമും പിന്നെ റെസ്റ്റോറൻറ്റൊക്കെ വരുന്നത്. അവിടെ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഈ ഒരു വലിയ മിററായിരുന്നു. അവിടെ ഇങ്ങനെ ഓരോ ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലിവിങ് റൂം, ബെഡ്റൂം, ഡൈനിങ് റൂം, വർക്ക് സ്പേസ്, കിച്ചൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ലിവിങ് റൂമിൽ നിന്ന് അങ്ങ് തുടങ്ങിയാലോ. ഒരു ഡാർക്ക് തീം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലിവിങ് റൂം ആയിരുന്നു ഇത്. ഈ ഒരു ഏരിയ മുഴുവൻ സോഫ സെറ്റും കൗച്ചസും റിക്ലൈനേഴ്സും ചെയർസും ഒക്കെ ആയിരുന്നു. ഈ ഒരു മോഡൽ ഞാൻ പണ്ടേ നോട്ടിട്ട് വെച്ചതായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മോഡലുള്ള സോഫ. ഈ ബ്ലാക്കും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കാണാൻ മാത്രമല്ല നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഇരിക്കാനും വേണ്ടിയിട്ട്. നല്ല സൂപ്പർ കംഫി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ സോഫ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 കുട്ടികളെയും കൊണ്ടായിരുന്നു ഐക്യ വിസിറ്റ് ചെയ്യാൻ പോയത്. ഭവ്യക്കുട്ടിയും ചിന്നുകുട്ടിയും. അവരെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയായിരുന്നു ഇവരുടെ മെയിൻ പരിപാടി. ഐക്യ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഒരു വീട് എങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഐഡിയ നമുക്ക് കിട്ടും. ടെക് ട്രാവലർ എന്ന ചാനലിലൂടെയാണ് ഐക്യയുടെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അന്ന് മുതലേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു ഐക്യ വിസിറ്റ് ചെയ്യണതും. ആൻഡ് ഫൈനലി ഞാൻ അവിടെ എത്തി. അപ്പോൾ ഐക്യ എന്ന് പറയുന്നത് ഒരു സ്വീഡിഷ് ബേസ്ഡ് ഫേർണിച്ചർ കമ്പനിയാണ്. അതും വേൾഡ്സ് ലാർജസ്റ്റ് ഫേർണിച്ചർ കമ്പനിയാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാം നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ലൊക്കേഷൻ ബാംഗ്ലൂർ നാഗസാന്ദ്രയിലാണ്.
ഈ ഒരു കുഞ്ഞി ചെയർ കണ്ടു. ആദ്യം ഞാൻ വിചാരിച്ചത് ഷോ പീസ് ആണെന്നാണ്, പിന്നെ മനസ്സിലത് ഫോൺ സ്റ്റാൻഡ് ആണെന്ന്. എന്തായാലും സംഭവം നല്ല ക്യൂട്ടായിരുന്നു. ഈ ഒരു ഏരിയ മുഴുവൻ ഡൈനിങ് സെറ്റാണ്. പല ടൈപ്പിലുള്ള ടേബിളും ചെയേഴ്സും ഒക്കെയാണ് ഈ ഒരു ഏരിയയിൽ. ക്യൂട്ടായിട്ടുള്ള അടിപൊളി കിച്ചൺ കാണിച്ചേർട്ടെ. നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല ക്യൂട്ടായിട്ട്, നല്ല കളർ കോമ്പിനേഷനും. ഇവിടെ ഫുള്ള് കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ച ഏരിയയാണ്. ഇത് നോക്കിയിട്ട് ബ്ലാക്കും വൈറ്റും വരുന്നത് കിച്ചണാണിത്. സെറ്റ് ചെയ്ത് കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ ഓൾറെഡി നോട്ട് ഇട്ട് വെച്ചൊരു സാധനമാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ തട്ടാതെ മുട്ടാതെ സൂക്ഷിക്കണം. അടുത്തത് ഒരു വൈറ്റ് കിച്ചൺ കാണിച്ചു തരാം. ഫുള്ള് വൈറ്റ്. ഫുൾ വൈറ്റ് മീൻസ് ഈ ഒരു സ്റ്റൗ മാത്രമേ ബ്ലാക്ക് ഉള്ളൂ, ബാക്കിയൊക്കെ വൈറ്റ്. നേരത്തെ ഒരു വൈറ്റ് കിച്ചണിലൊക്കെ ഉണ്ട്. ഞാൻ ബ്ലാക്ക് കിച്ചൺ കാണിച്ചു തരാം. ഐക്യ മുഴുവൻ എല്ലാം മെല്ലെ മെല്ലെ കണ്ടു തീർക്കാനാണെങ്കിൽ ഒരു ദിവസം തന്നെ വേണം. ഇതിൻ്റെ ഏറ്റവും മേളിലാണ് ഷോറൂം വരുന്നത്. അവിടെയാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അവിടെ തന്നെയാണ് സ്വീഡിഷ് റെസ്റ്റോറൻറ്റും വരുന്നത്. പിന്നെ അതിന് തൊട്ട് താഴെയാണ് മാർക്കറ്റ് സ്പേസ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഷോറൂമിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെ പോയിട്ട് അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.
നല്ല കോസി ആയിട്ടുള്ള പിൻട്രസ്റ്റി വൈബുള്ള ഒരു ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ഉണ്ടായിരുന്നു കാണാൻ. ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗിയുണ്ടായിരുന്നു. മികയിടത്തും ഇതുപോലെ ലോ മിറർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈറ്റ് കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബെഡായിരുന്നു, കുറേ പില്ലോസൊക്കെ വെച്ചിട്ട്. രശ്മി പുതിയ വീട്ടിലെത്തിയിരിക്കുകയാണ്. ബാപ്പി അവിടെ നിന്ന് റൂം ടൂർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രശ്മി എങ്ങനെയുണ്ട് റൂം? ചുരുങ്ങിയ വില ഇവിടെ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ സ്വപ്നത്തിലുള്ളൊരു വാർഡ്രോബ് സ്പേസ് ആണിത്. എനിക്ക് ഇങ്ങനൊന്ന് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എപ്പോഴെങ്കിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കണം. ഇവിടെ എല്ലായിടത്തും ഫ്ലോറിൽ എയറോ മാർക്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എങ്ങോട്ടേക്കാണ് പോവേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ കാണില്ല. ഇത് കുഞ്ഞിക്കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആണ്. അങ്ങനെ ലഞ്ച് ടൈമായി ഞങ്ങൾ നേരെ അവിടെയുള്ള സ്വീഡിഷ് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഐക്കയുള്ള ഫുഡ്സിനെ പറ്റിയിട്ടും കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോൾ ഞാൻ ആദ്യം തന്നെ കണ്ടത് ചീസ് കേക്ക് ആയിരുന്നു. ചീസ് കേക്ക് കണ്ടാൽ പിന്നെ വിടുമോ? അതെടുത്തു ഒരെണ്ണം, ഫസ്റ്റ് തന്നെ. അതിന് 220 റുപ്പീസായിരുന്നു. സത്യം പറഞ്ഞാൽ ബില്ല് ചെയ്യുമ്പോഴാണ് ഞാൻ എമൗണ്ട് കണ്ടത്. ചിന്നും ഭാവിയും കൂടി പാസ്ത വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അതും എടുത്തു. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ എടുത്ത് നേരെ ബില്ലും ചെയ്തു, കട്ട്ലറീസും എടുത്തു. ഞങ്ങൾ അവിടെ എത്തിയ ടൈമിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടേബിൾ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പനീർ മസാല, ചീസ് കേക്ക്, പിന്നെ ഈ ഒരു റൈസ്. ഇതെന്ത് റൈസാണെന്ന് എനിക്കറിയില്ല. പിന്നെ ചിക്കൻ നഗറ്റ്സ്, പാസ്ത ആൻഡ് ബാർബിക്യൂ ചിക്കൻ. പിന്നെ അവിടെ കോഫിയും ജ്യൂസും ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ പ്ലെയിൻ റൈസും ഉണ്ടായിരുന്നു. ചീസ് കേക്ക് ഇപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആണ്. അതും ബേക്ക്ഡ് ചീസ് കേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചീസ് കേക്ക് കഴിച്ചപ്പോൾ അന്ന് ചിന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, അന്ന് നീ കഴിച്ച സാധനം വേറെ എന്തോ ആണ്, ഇതാണ് ചീസ് കേക്ക് എന്ന്. എന്തായാലും സംഭവം കൊള്ളാം. പിന്നെ ഞാൻ ആ പാസ്ത ഒന്ന് കഴിച്ച് നോക്കി. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെൻ്റെ മുഖത്ത് അതുപോലെ കാണും. പാസ്ത പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടാണ്ടുള്ളൂ. ചിന്നുനും ഭാവിക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആയിരുന്നു മറ്റേ ആ ഒരു റൈസും. അതെനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ മറ്റ് രണ്ടുപേർക്കും അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്ത് റൈസാണെന്നൊന്നും എനിക്കറിയില്ല. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ അതിൻ്റെ തൊട്ട് താഴെയുള്ള മാർക്കറ്റ് സ്പേസിലേക്ക് പോയി. ഇതൊരു വലിയൊരു ഏരിയ ആയിരുന്നു. ഇതിൻ്റെ ഉള്ളിലും എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ ഒന്നും ഇങ്ങനെ തപ്പി നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൾറെഡി മുകളിലത്തെ ഷോറൂമിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഒരു വലിയൊരു ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ 2 സാധനം വാങ്ങിച്ചത്. പിന്നെ ഭവ്യ രചയിച്ചിയും കൂടി കുറച്ച് സാധനം വാങ്ങിച്ചു. അങ്ങനെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ബ്രിജേട്ടനോട് വരുമ്പോൾ ഈ കത്തി കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാം മുറിക്കേ. ആ ഒരു കത്തിയും പണ്ടേ ഞാൻ നോട്ട് ഇട്ട് വെച്ചതാണ്. ഈ ചൈനീസ് വീഡിയോസിലൊക്കെ ഞാൻ അധികം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിജേട്ടനോട് വരുമ്പോൾ അത് കൊണ്ടുതരണേന്ന്. ബെഡ്ഷീറ്റൊക്കെ ഉള്ള സ്ഥലത്താണ്. ഇതൊരു 3 കമ്പാർട്ട്മെൻറ്റ് വരുന്ന ഷൂ ക്യാബിനറ്റാണ്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലായിരുന്നു. ഇത് വേറൊരു മോഡൽ ഷൂ ക്യാബിനറ്റാണ്. ഇതിൻ്റെ റേറ്റും സൈഡിൽ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. എനിക്കിങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ഏരിയയിലെത്തിയപ്പോൾ അവിടെ ഫുൾ ലൈറ്റ്സ് ആയിരുന്നു. അവിടെ ഞാൻ അധികം വീഡിയോ എടുത്തില്ല, കാരണം ഭയങ്കര ഫ്ലിക്കറിങ് ആയിരുന്നു. അതും കഴിഞ്ഞ് എത്തിയത് ഫ്ലവേഴ്സൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. എന്ത് ഭംഗിയാണെന്നറിയാം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ടുള്ളതും ലൈവ് പ്ലാന്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇനിയും ഒരു വരവും കൂടി ഐക്യയിലോട്ടേക്ക് എന്തായാലും ഉണ്ടാവും. അന്ന് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കുകയും ചെയ്യും. വീടിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഐക്യ. പിന്നെ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഇതിൽ ഞാനൊരു കുഞ്ഞ് ചെയർ കാണിച്ചില്ലേ, മൊബൈൽ ഹോൾഡർ, അതും പിന്നെ ഒരു 4 സ്പൂണ് വരുന്നൊരു സെറ്റുമാണ്. വേറൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് ബില്ലിങ്ങിലെത്തി. സെൽഫ് ബില്ലിംഗ് ആയിരുന്നു. ഞങ്ങൾ 10:30 അവിടെ എത്തിയിട്ട് ഏകദേശം 2:30 കഴിഞ്ഞു തോന്നുന്നു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ബാംഗ്ലൂർ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് എനിക്ക് ഐക്യ പോകണമെന്നായിരുന്നു. ബാംഗ്ലൂർ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ഐക്യ തന്നെയാണ്. പിന്നെ ചിക്പേട്ടും. ചിക്പേട്ടിൻ്റെ വീഡിയോ വഴിയെ വരുന്നുണ്ട്. ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ആ ഒരു 2 ദിവസം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ബിൽ ചെയ്യുന്ന ആ ഒരു സ്പൂൺ സെറ്റില്ലേ, അതും ഈ ഒരു ചെയറുമാണ് ഞാൻ വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ റൂമിലെത്തി ഒന്ന് ഫ്രഷായി നേരെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലാണ് പോയത്. അതൊരു വൻ കോമഡി ആയിരുന്നു. അപ്പോൾ ആ വിശേഷമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ബൈ.